ആലുവ നഗരപരിധിയിൽ തെരുവുനായ ആക്രമണത്തിൽ 13 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധവുമായി ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം. അക്രമകാരികളായ തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങളെ രക്ഷിക്കുവാൻ ആലുവ നഗരസഭ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിഷേധ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് പറഞ്ഞു. ഇതിനെ പിടിച്ച് ഇനോക്കുലേഷനും അതിൻ്റെ വേണ്ട ഇമ്മ്യൂണൈസേഷനൊക്കെ കൊടുക്കണം. പട്ടിക്ക് പേ ഉണ്ടോയെന്ന് അറിയണം. ഇന്ന് ഇതിൽ എത്ര പട്ടികൾക്ക് പേ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പട്ടി അടിച്ചവർക്കെല്ലാം ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത്. ഇഞ്ചക്ഷൻ എടുത്ത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? പലർക്കെങ്കിലും നിങ്ങൾ എത്ര ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടതെന്ന് അറിയാം. ഡോക്ടർമാർ പറയും ഞങ്ങൾ റിസ്ക് എടുക്കില്ല, ഇതിന് ഇഞ്ചക്ഷൻ കൊടുക്കണം. 10-12 ഇഞ്ചക്ഷൻ വയറ്റിലും കാലിലൊക്കെ കൂടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനും സാമ്പത്തികമായ ബുദ്ധിമുട്ടും ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഗവൺമെൻറ്റും എല്ലാം ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ സാമ്പത്തിക സഹായം പാവങ്ങളാണ് ഇതെടുക്കുന്നതെങ്കിൽ അവർക്കൊരു സഹായമായിട്ട് 1000 രൂപ കൊടുക്കാമെന്ന് ജോസ് മാവലി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നി മുനിസിപ്പാലിറ്റി ഇതിന് മുൻകൈ എടുക്കണം. നഗരപരിധിയിലുള്ള തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിന് ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം നഗരസഭയുമായി കൈകോർക്കുവാൻ തയ്യാറാണെന്നും നായ്ക്കളെ ഷെൽട്ടറുകളിൽ പാർപ്പിക്കുവാൻ താൽപര്യമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം 1000 രൂപ വീതം നായ സംരക്ഷണത്തിന് നൽകുവാൻ ജനസേവ തയ്യാറാണെന്നും തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവലിയും പറഞ്ഞു. ഇന്നലെ രാത്രിയും പകലുമായിട്ട് 13 പേരെയാണ് ആലുവ ബസ് സ്റ്റാൻഡിലും പരിസരത്തുമായിട്ട് തെരുവുനായ കടിച്ചു കയറിയത്. അങ്ങനെ തെരുവുനായ കടിച്ചു കയറുമ്പോൾ അത്രയും കുടുംബങ്ങളുടെ ജീവിതം നശിച്ചു പോവുകയാണ്. ഇത് 13 പേരെ കടിച്ചുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ വാർത്ത ഇടുന്നത്. ഡെയിലി ദിവസേന ഓരോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നാലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ചെന്നാലും നമുക്കറിയാൻ പറ്റും, ദിവസേന 10-50 പേരാണ് പട്ടികടി കൊണ്ട് ചികിത്സ തേടി ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും കടമയാണ്. പക്ഷേ എന്തുകൊണ്ടോ അവരാരും രംഗത്ത് വരുന്നില്ല. Bobby Chamanur International Jeweler.